പ്രിയപ്പെട്ടവരെ, ഇന്നലെ രാത്രിയിലെത്തിയ ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു തിരുവനന്തപുരത്ത് വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് യുവതിയെ തള്ളിയിട്ട വാർത്ത. ഈ വാർത്തയിൽ ഏറ്റവും പുതിയ അപ്ഡേഷനുകളുമായി റിപ്പോർട്ടർ വാർത്താ സംഘം പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ്. യുവതിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണെന്ന് എഫ്ഐആർ. വാതിലിന് സമീപത്ത് നിന്ന് മാറിക്കൊടുക്കാത്തതാണ് യുവതിയെ പ്രതി സുരേഷ് കുമാർ തള്ളിയിടാൻ കാരണമെന്നും എഫ്ഐആറിൽ പറയുന്നു. പ്രതിക്കെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. സുരേഷ് വീട്ടിൽ സ്ഥിരം പ്രശ്നക്കാരനാണെന്നും മർദ്ദനം സഹിക്കാൻ കഴിയാതെ ഭാര്യ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയതായും ബന്ധുവും പറഞ്ഞു. അതേസമയം യുവതിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട്. ആന്തരിക രക്തസ്രാവമുള്ളതിനാൽ 48 മണിക്കൂർ നിരീക്ഷണത്തിലാണ് യുവതി. ബന്ധുവീട്ടിൽ പോയതായിരുന്നു ശ്രീകുട്ടിയെന്ന് മുത്തശ്ശി ഗിരിജ പറഞ്ഞു. നമുക്കൊപ്പം ആഷൻ ഡിയാഗോ പോലീസ് സ്റ്റേഷനിൽ നിന്നുണ്ട്. അരുൺ സോളമൻ ആശുപത്രിയിലുണ്ട്. ടി വി പ്രസാദ് നമുക്കൊപ്പം തലസ്ഥാനത്ത് നിന്നും ചേരും. ആദ്യം ആഷൻ ഡിയാഗോയിലേക്ക്. ആഷൻ ഡിയാഗോ, എഫ്ഐആറിലെ വിവരങ്ങളാണ് റിപ്പോർട്ടർ ആദ്യം പ്രേക്ഷകരെ അറിയിച്ചത്. അതിൽ വളരെ ഗുരുതരമായ വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത്. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി മനഃപൂർവ്വം ശ്രീകുട്ടിയെ സുരേഷ് കുമാർ തള്ളിയിട്ടു എന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. കൂടെയുണ്ടായിരുന്ന അർച്ചനയും തള്ളിയിടാൻ ശ്രമിച്ചുവെന്നാണ് പറയുന്നത്. എന്താണ് കൂടുതൽ വിശദവിവരങ്ങൾ ആഷൻ? അരുൺ, നേരത്തെ തന്നെ ഇയാൾക്കെതിരെ വധശ്രമം അടക്കമുള്ള വകുപ്പുകളായിരുന്നു റെയിൽവേ പോലീസ് ചുമത്തിയിരുന്നത്. അതിന്റെ എഫ്ഐആർ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. രണ്ടുപേരെയും കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ആക്രമണമാണ് ഇയാൾ നടത്തിയത് എന്നുള്ളതാണ് എഫ്ഐആറിൽ പറയുന്നത്. ആദ്യം ഇയാൾ ശുചിമുറിയിൽ നിന്നും ട്രെയിനിന്റെ ശുചിമുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയം ഈ വാതിക്കൽ ഉണ്ടായിരുന്ന ശ്രീകുട്ടിയോട് അവിടെ നിന്ന് മാറണമെന്ന് ആവശ്യപ്പെട്ട് തർക്കിക്കുകയാണ് ഉണ്ടായത്. ഈ തർക്കത്തിനിടയിലാണ് ഇയാൾ പ്രകോപിതനായി ശ്രീകുട്ടിയെ നട്ടെല്ലിന് ചവിട്ടി ട്രെയിനിന് പുറത്തേക്ക് തള്ളുന്നത് എന്നുള്ളതാണ്. ഇത് ചോദ്യം ചെയ്തെത്തിയ ശ്രീകുട്ടിയുടെ സുഹൃത്തായിട്ടുള്ള അർച്ചനയെയും, അർച്ചന തന്നെയാണ് പരാതിയും നൽകിയിട്ടുള്ളത്, അർച്ചനയെയും കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി വലത് കൈയിലും കാലിലും പിടിച്ച് തള്ളി എന്നുള്ളതാണ് ഈ എഫ്ഐആറിൽ പറയുന്നത്. ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്, പരാമർശങ്ങളാണ് ഈ എഫ്ഐആറിൽ ഉള്ളത് എന്നുള്ളതാണ്. നിലവിലിപ്പോൾ ഇയാൾ ഈ സെൻട്രൽ തമ്പാനൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. ഉച്ചയോടുകൂടി ഇവിടെ നിന്നും കോടതിയിലേക്ക് ഹാജരാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇയാൾ വീട്ടിലും അക്രമകാരിയാണ് എന്നുള്ളതാണ്. ഭാര്യയെ നിരന്തരം മർദ്ദിച്ചിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, സ്ഥിരം മദ്യപാനിയായ ഇയാൾ ഭാര്യയെ നിരന്തരം വീട്ടിലെത്തി മർദ്ദിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഭാര്യ മർദ്ദനം സഹിക്കാൻ വയ്യാതെ ഇയാളുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ രാവിലെ ബന്ധുവും സ്ഥിരീകരിച്ചിരുന്നു. മാത്രമല്ല, ഇയാൾ മുൻകാല പോക്കറ്റടിക്കാരനാണ്. വലിയൊരു സംഘത്തോടൊപ്പം ഇയാൾ രാത്രികാലങ്ങളിൽ അമ്പലപ്പറമ്പുകളിൽ അടക്കം എത്തി പോക്കറ്റടി നടത്തിയിരുന്നു. പിന്നീട് ഈ പിടിക്കപ്പെടുമ്പോൾ ഈ വസ്തുക്കൾ തിരിച്ചു നൽകിയാണ് കേസുകളിൽ നിന്നും രക്ഷപ്പെട്ടിരുന്നതും എന്നുള്ളതാണ്. മാത്രമല്ല, ബന്ധുക്കളായോ അല്ലെങ്കിൽ നാട്ടിലെ മറ്റുള്ളവരുമായോ ഇയാൾ ബന്ധങ്ങളൊന്നും സൂക്ഷിച്ചിരുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി ബന്ധുക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിലിപ്പോൾ ഇയാളുടെ 2 മക്കൾ, 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 മക്കൾ സഹോദരന്റെ വീട്ടിലാണ് കഴിയുന്നത് എന്നുള്ളതാണ്. ഈ ഭാര്യയുമായുള്ള വഴക്കിന് കാരണം പ്രധാനമായും ഒന്ന്, ഒരു ലോണുമായി ബന്ധപ്പെട്ട ഒരു തർക്കങ്ങൾ ഇവർക്ക് 2 പേർക്കും ഇടയിലുണ്ട്. മറ്റൊന്ന്, ഇയാൾ നിരന്തരം ഇത്തരത്തിൽ മദ്യപിച്ച് വീട്ടിലെത്തി നടത്തുന്ന പ്രശ്നങ്ങളാണ്. അതിലുപരി ഇയാളിൽ നിന്ന് നേരിടേണ്ടി വന്നിരുന്ന ക്രൂരമർദ്ദനവുമാണ് ഈ വീട് വിട്ട് തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് പോകാൻ ഈ ഭാര്യയെ പ്രേരിപ്പിച്ചത് എന്നുള്ളതാണ്. എന്തായാലും ഇയാളൊരു സ്ഥിരം ഇത്തരത്തിൽ സ്ത്രീകളെ മർദ്ദിക്കുന്ന ഒരാളാണ്. ഭാര്യയെ മർദ്ദിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ നാട്ടിലെ തന്നെ മറ്റുള്ളവരുമായി ഇയാൾ വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും അത് കയ്യാങ്കളിയിലും അവസാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇയാൾക്കെതിരെ കേസുകളൊന്നും എടുക്കാതിരുന്നത് ഈ സഹോദരങ്ങളും മറ്റു കുടുംബാംഗങ്ങളുമൊക്കെ ഇവരുമായി അപേക്ഷിക്കുന്നത് കൊണ്ട് മാത്രമാണ് കേസുകളൊന്നും നിലവിലില്ലാത്തത് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇയാളൊരു പ്രശ്നക്കാരനായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുമുള്ള സംശയവുമില്ല. ഇത് എന്തായാലും റെയിൽവേ പോലീസ് പറയുന്നതനുസരിച്ച് കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ശ്രീകുട്ടിയെ നട്ടലിന് ചവിട്ടി ഓടുന്ന ട്രെയിനിൽ നിന്നും പുറത്തേക്ക് ഇട്ടതും. മാത്രമല്ല, വിവരങ്ങൾ ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് ആഷൻ ഡിയാഗോയാണ്. നമുക്കിപ്പോൾ അരുൺ സോളമൻ ഉണ്ട്. അരുൺ സോളമൻ ഇപ്പോൾ ആശുപത്രിയിൽ നിന്നാണ് ചേരുന്നത്. അരുൺ സോളമൻ, ഇപ്പോൾ ഡോക്ടർമാർ ഏറ്റവും ഒടുവിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ പറയുന്നത് എന്താണ്? നേരത്തെ വെന്റിലേറ്ററിലായിരുന്നു ശ്രീകുട്ടി, ഇപ്പോൾ ICUവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആരോഗ്യനില തൃപ്തികരമായി തന്നെ തുടരുകയാണോ? വളരെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലല്ലോ അല്ലേ അരുൺ? അരുൺ, അതിദാരുണമായ സംഭവം ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് വർക്കല സ്വകാര്യ ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. അവിടെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ അപകടം നടന്നു. അതിന് പിന്നാലെ
ബോധം നഷ്ടപ്പെട്ടിരുന്നു. ഈ വർക്കല ആശുപത്രിയിൽ നിന്ന് അങ്ങനെയാണ് ഈ ഗുരുതരമായ ഒരു അവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. ആദ്യഘട്ടത്തിൽ 48 മണിക്കൂർ നിരീക്ഷണം വേണമെന്നുള്ളതാണ് ഡോക്ടർമാർ അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ സർജറി ICUവിൽ കഴിയുകയായിരുന്നു. നിലവിൽ ഇന്നലെ രാത്രി 12 മണിയോടുകൂടി തന്നെയാണ് യുവതിക്ക് മരുന്നുകളോട് പ്രതികരിക്കാൻ സാധിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ പ്രതി സുരേഷ് കുമാർ ഈ ചവിട്ടി തള്ളിയിട്ടപ്പോൾ ട്രാക്കുകൾക്കിടയിലാണ് ഈ പെൺകുട്ടി വീണത്. ആ വീണതിന്റെ ക്ഷതം തലയ്ക്കും അതുപോലെ തന്നെ നട്ടലിനും സംഭവിച്ചിട്ടുണ്ട്. ഇതിൽ ആ ക്ഷതമേറ്റതിലാണ് ബോധം നഷ്ടപ്പെട്ടത്. നിലവിൽ ഇന്റേണൽ ബ്ലീഡിംഗ് ഇന്നലെ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. നിലവിൽ മരുന്നുകളോട് പ്രതികരിച്ചതുകൊണ്ട് തന്നെ ഒരു അടിയന്തര ശസ്ത്രക്രിയ വേണ്ട എന്നുള്ള നിലപാടിലേക്ക് ഇപ്പോൾ ഡോക്ടർമാർ എത്തിച്ചേർന്നിട്ടുണ്ട്. നിലവിൽ യുവതിയുടെ സ്ഥിതിയിൽ മറ്റ് ആശങ്കകളൊന്നും വേണ്ട. ഇന്നിപ്പോൾ രാവിലെ ഒരു CT സ്കാൻ നടത്തിയിരുന്നു. ആ CT സ്കാനിന് ശേഷം ഇപ്പോൾ സർജറി ICUവിൽ നിന്നും നിലവിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇനി അവിടെയുള്ള നിരീക്ഷണത്തിലാണ് നിലവിൽ തുടരുന്നത്. ഇന്നലെ ആദ്യഘട്ടത്തിൽ ഒരു വെന്റിലേറ്ററിന്റെ സഹായം വേണ്ടി വന്നിരുന്നു. തുടർന്ന് ഇപ്പോൾ ഒരു സപ്പോർട്ടിംഗ് വെന്റിലേറ്റർ ഇപ്പോൾ തുടരുകയാണ്. എന്തായാലും വെന്റിലേറ്ററിന്റെ സഹായം വേണ്ട എന്ന് തന്നെയാണ് ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. ഇതിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എന്തായാലും ഈ വീണതിന്റെ ക്ഷതം ശരീരത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ആ ക്ഷതം എത്രത്തോളം ആഘാതം സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഡോക്ടർമാർ വിലയിരുത്തുന്നത്. എന്തായാലും CT സ്കാനിന്റെ റിപ്പോർട്ടുകൾ അടക്കം ഇനി പുറത്തു വരേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അരുൺ തുടർ ചികിത്സകൾ.